ആണ് വരുന്ന നോക്കണേ. കഴിഞ്ഞ എത്രയേ ഉള്ളൂ? 8 നില വണ്ടി കുടുങ്ങി ഓവറായതുകൊണ്ട് വീണ്ടും പണി പാലും വെള്ളത്തിൽ കിട്ടി കേട്ടാ. ഇത് ഫുള്ളോ 8 നില പെട്ട് കിടക്കുന്നുണ്ട. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ വണ്ടി റിവ്യൂ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ നമ്മുടെ അവിടെ ഓവർ ചെയ്തുകൊണ്ട് ഇറക്കാൻ പറ്റുന്നുണ്ട്. റോട്ടിലാണ് വണ്ടി വെച്ചത്. അങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോഴാണ് വണ്ടീൻ്റെ അവസ്ഥ. പിന്നെ എന്താണ്, മലപ്പുറത്ത് നിന്ന് നമ്മൾ ഇവിടം വരെ വന്നപ്പോൾ വണ്ടിക്ക് പറ്റിയ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രശ്നം ഫുൾ അടി തട്ടി 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 നമ്മുടെ ബമ്പർ ഇവിടെ നിന്ന് ഇളകിപ്പോയി. അതാണ് ഏറ്റവും വലിയ കാര്യം. ബമ്പർ ഇളകിപ്പോയി എന്ന് പറയുമ്പോൾ എനിക്കിനി വിഷമമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കട്ടറിൽ അത്രയും വലിയ റോട്ടിൽ ഈ ബമ്പറിന് മാത്രമേ ഒരു പ്രശ്നം പറ്റിയുള്ളൂ. അത്രയും വലിയ കട്ടർ ചാടി ഇവിടെ വരെ വന്നിട്ട് ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് അല്ലെങ്കിൽ ഭയങ്കര സമാധാനം. സത്യത്തിൽ സ്കേർട്ട് മുഴുവൻ ഇളകിപ്പോണ്ടാണ്. ഇത് മുഴുവൻ ഇളകി. ഇതിന് എന്നോട് പറയുന്നത് ഒട്ടിച്ച് വെച്ചാണ്, അതുപോലെ ഒട്ടിക്കാനാണ് പറയുന്നത്. പക്ഷെ ഒരു ടീം പറയും ഒട്ടിച്ചാൽ നിൽക്കൂല, ക്ലിപ്പ് ഇടുന്നത്. നമുക്ക് തന്ന പുള്ളി പറയുന്നത് ഒട്ടിച്ചാൽ മതി, ക്ലിപ്പിട്ടാൽ ബോറാവുന്നതാണ്. പിന്നെ നമ്മൾ ഏത് സൈഡും നോക്കുവാണെങ്കിൽ ഇതാ ലോവേഡ് സെക്സി ബിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കൂടുതൽ ചെളിയായി, നമുക്കൊന്ന് വാഷ് ചെയ്യണം, ഇതൊന്ന് കൂളിങ് ചെയ്യണം. പിന്നെ ഇത് അടിയൊക്കെ അടിച്ച്, പക്ഷേ ഇവിടെ ഒന്നും അത്ര കണ്ടോ, ഇവിടെ ഒരു പിടിപ്പിക്കൽ നമുക്കൊന്ന് കൊടുക്കണം. പിന്നെ ഈ സൈഡൊന്നും അങ്ങനെ വേറെ സീനൊന്നും വന്നിട്ടില്ല. നമ്മുടെ ആ ഒരു ബമ്പർ മാത്രമാണ് മെയിനായിട്ട് എന്താ പറയുക ഇളകിപ്പോയേട്ടാ. കാര്യം അമ്മാതിരി വഴിയിൽ എൻ്റെ കോൺസെപ്റ്റിൽ വണ്ടി ഫുള്ള് പോയി, ഫുള്ള് സ്കേർട്ട് ഇളകിയെന്നാണ് ഓണർ അടക്കം വിചാരിച്ചു, അവനടക്കം. പക്ഷേ ഇതിന് ആ ബമ്പർ മാത്രം അമ്മാതിരി അടി അടിച്ചുകൊണ്ടാണ് നമുക്കിന്ന് കൊണ്ടുപോയി ഒന്ന് ഇളക്കി മപ്പാക്കി സെക്സിയാക്കി വണ്ടി തിരിച്ചിറക്കണം. അത് കുറച്ച് പണിയാണ്. ബമ്പർ ആയതുകൊണ്ട് ബമ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അവിടെ സ്കേർട്ടൊക്കെ ഇല്ലല്ലേ. എങ്ങനെ കിടന്നാൽ ആ ബ്യൂട്ടി ഒരു ബ്യൂട്ടി തന്നെയാണ് കേട്ടാ. ഓ അയ്യോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ആംഗിള്. മിഠായി പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് റേസിംഗ് കാർ അമ്മയൊക്കെ മേടിച്ചു തരൂലേ, ആന്റണിയൊക്കെ വെച്ചിട്ട് റേസിംഗ് കാർ തന്നെ, ചെറിയ റിമോട്ട് കൺട്രോൾ കാർ. ഇനി ഇവിടെ നിന്ന് ഇറക്കണം. വണ്ടി വെക്കുന്ന വീട്ടിൽ ഇപ്പം നമ്മൾ എന്താക്കി വെച്ചാൽ ഷീറ്റൊക്കെ കെട്ടി വണ്ടി സെറ്റാക്കി. പഴയ ബ്ലാക്ക് നമ്മൾ ഷീറ്റൊന്നും ഇടാതെ മഴയത്തൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇതിന് ഒന്നും ചെയ്യേണ്ട, വെച്ച് മേടിച്ചപ്പോൾ തന്നെ പൈസ ഒന്നും നോക്കാതെ ഷീറ്റും മേടിച്ച് ഇപ്പോൾ അവിടുത്തെ നമ്മൾ ഉണ്ണിബ്രോ ഒക്കെ ആയിട്ട് ഷീറ്റൊക്കെ കെട്ടിയിട്ട് വരുന്ന വഴിയാണ്. നമ്മൾ വേറെ കൊണ്ടുപോയിട്ട് സ്കേർട്ടിന് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള അപ്ഡേറ്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് ഇറക്കണം. മെയിൻ പ്രശ്നം അവിടെ ഒരു ഹമ്പ് ഉണ്ട്, വണ്ടി ഇറങ്ങൂല. സോ അതെല്ലാം നമുക്ക് കാണിച്ചു തരാം. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞില്ല. നമുക്ക് നേരെ എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഷോപ്പ് ഉണ്ട്. എന്നോട് ഇന്നലെ പറഞ്ഞപ്പോൾ ഇന്ന് വാ എന്നാ പറഞ്ഞത്, നോക്കാമെന്നാ പറയുന്നത്. ബമ്പർ ആയതുകൊണ്ട് സെറ്റ് ചെയ്യാൻ പാടായിരിക്കും. എന്നാലും അപ്ഡേറ്റ് നോക്കാം. നമുക്ക് ഇത് സാധാ വണ്ടി പോയില്ല, നല്ല വലിച്ച് തുറന്ന് വരും. ഉള്ളിലാണ് നമ്മൾ നിലത്തിരിക്കുന്ന പോലെ. നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാം. എന്താണ്, എങ്ങനെയാണ് അപ്ഡേറ്റ് പറഞ്ഞുതരാം. ഇതങ്ങനെ നമ്മൾ കുറേ സമയത്തിന് ശേഷം എന്താ പറയുക നമ്മുടെ ബമ്പർ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ബമ്പർ മാറ്റണം അല്ലെങ്കിൽ ക്ലിപ്പ് ഇടണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ട് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ബിജുവാട്ടൻ്റെ സ്പേസിൽ വന്നിട്ട് നമ്മുടെ ബേബി ഇങ്ങനെ കയറ്റി ഇട്ടിട്ടുണ്ട്. എത്ര ലോവേഡായിട്ടാണ് കിടക്കുന്നത് നോക്കി. സോ നമ്മൾ മെയിനായിട്ട് ഇനി ചെയ്യാൻ പോകുന്ന 2 വർക്കാണ്. ഒന്ന് നമ്മൾ എന്താക്കി വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി കിക്കിഡ് ആക്കിയിട്ട് അടിച്ചിട്ടുണ്ടായി. ഇൻസ്റ്റ ഐ ഡി അടിച്ച് ലുക്കായി. നമ്മളിവിടെ എന്താ പറയുക ഫ്രീക്ക് വ്ളോഗ്സ് അടിക്കണം. പിന്നെ ഇതും കൂടെ ഒന്ന് സ്മോക്ക് ചെയ്യണം. അതാണ് ചെറുതായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ചെറിയൊരു ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റാക്കണം. കാണിച്ചു തരാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ കളർ ചെയ്യുന്നതിനിടയിൽ പുതിയൊരു ഐ ഡി കിട്ടി. ഇവിടെ കാറിൻ്റെ കളറിൽ തന്നെ ബോർഡർ ചെയ്ത് വൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഏതാടാ സാധനം, എങ്ങനെയുണ്ട്? ലൈറ്റ് അടിക്കുക എന്നാലേ സാധനം കിട്ടുള്ളൂ. ഓ അപ്പോൾ ഇനി ചെറിയ സ്മോക്ക് ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട്, അതും കൂടെ ഉള്ളൂ. പോകണം. ഓക്കെ, ഇനി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലോവേഡ് ആയതുകൊണ്ട് ഇവിടെ കയറ്റാൻ പെട്ട പാടെന്നാണ് എനിക്കറിയാം. ഫൈനലി നമ്മുടെ ബ്ലൂ ബി വണ്ടിയുടെ പേര് നമ്മൾ
ഗൈസ് അങ്ങനെ പമ്പറൊക്കെ സെറ്റാക്കി വന്നിട്ടാണ് വീണ്ടും വണ്ടി കയറാതെ വന്നപ്പോൾ ബ്രോയിന് കൊടുത്ത് പുള്ളി ഓടിച്ച് കയറ്റിയാണ് വീണ്ടും നമ്മുടെ പമ്പർ കൊണ്ട് അവിടെ അടിത്തട്ടി ഇളകി വണ്ടി കയറാതെ വണ്ടി കുടുങ്ങിപ്പോയി. ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്യണം. ഒരു പണിക്കാരെയും കിട്ടായിട്ട് 3 ദിവസം വണ്ടി ലോക്കായിരുന്നു. ഇപ്പോൾ പോയിട്ട് ബംഗാളികളുടെ സ്പോട്ടിൽ പോയി രാത്രി പൊക്കി. വണ്ടീൻ്റെ അവസ്ഥ ഇതാണ്. ഫുൾ സീനായി. കഴിഞ്ഞ ദിവസം കയറ്റി ബാക്കെല്ലാം തട്ടി ഫുൾ സീനായി. പിന്നെ സിമെൻ്റൊക്കെ ഇറക്കിയിട്ട് അവരവിടെ പണി നടത്തുന്നുണ്ട്. ഇവരാണെങ്കിൽ ഒരു പെട്ടെന്ന് പണി തീർത്തോളൂ. രാത്രിയാണെങ്കിൽ പണി തുടങ്ങുകയാണ്. അത്രയും അവസ്ഥയിലാണ് വണ്ടീൻ്റെ അവസ്ഥ. കണ്ടില്ലേ? എന്തായാലും നോക്കാം. പണി തീർത്തിട്ട് വണ്ടി ഇറക്കണം. 2 ദിവസം കയ്യിൽ തുടങ്ങാൻ. രാത്രി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി അവിടെ കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഹാപ്പിയായി ചായ കുടിക്കുകയാണ്. ഞാൻ പിന്നെ ഷുഗർ കട്ടായതിൻ്റെ ചായ കുറവാണ്. സോ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് വണ്ടി കയറായിട്ട് എത്ര കോൺക്രീറ്റ് ഇട്ടിട്ട് ഒരു മലയാളികൾ വിളിച്ചിട്ട് ഒരു മലയാളികളും വരുന്നില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ സകല സെറ്റപ്പും വെച്ച് ടീംസിനെ ഇറക്കി. പണി 1 മണിക്കൂർ തീർത്തു. ഒരു ദിവസം മലയാളികൾ എടുക്കേണ്ട വർക്ക് ഇതാ 1 മണിക്കൂർ തീർത്തു വണ്ടി കയറായിട്ട്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി. 3-4 ദിവസമായി വണ്ടി ലോക്കാ. അതാ വീഡിയോ ചെയ്യാൻ പറ്റാതെ. പക്ഷെ ഇവർ വിളിച്ച് സ്പോട്ടിൽ വന്ന് സാധനം സെറ്റാക്കി. നമ്മളോടെ നമുക്ക് എത്ര കളശ്ശേരി ഗൈസ് അപ്പോൾ അങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പിയായി 2 ദിവസം വെയിറ്റ് ചെയ്ത് വീണ്ടും വണ്ടി ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു വിധത്തിൽ വണ്ടി തട്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പക്ഷേ പണി പാളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് പോലും നമ്മുടെ വണ്ടീൻ്റെ അടി തട്ടി സ്കേട്ടൊക്കെ തട്ടുവാണ്. ഫുൾ സീനായി. ഒരു രക്ഷയില്ല. ഇനി സ്പ്രിങ് മേടിച്ച് വണ്ടി പൊക്കേണ്ട അവസ്ഥയായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടി നോക്കുമ്പോണ്ട് വണ്ടി അവിടെ അടി തട്ടി വീണ്ടും കുഴിഞ്ഞ്. ഒന്നാമത് മഴയായതുകൊണ്ട് മണ്ണൊക്കെ വിളിച്ച് പോയി സീനായി. അത് കഴിഞ്ഞ് നമ്മുടെ അണ്ടർഗ്ലോ ലൈറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യം അടിത്തട്ടി നമ്മുടെ അണ്ടർഗ്ലോ ലൈറ്റ് പോയി. അത് ശരിയാക്കി നമ്മൾ ഗ്യാരേജിൽ വന്നിട്ടുണ്ടായി. അത് പിന്നെ വയറ് വിട്ടുപോയതാണ്. അത് നമ്മൾ തന്നെ കണക്ട് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ അണ്ടർഗ്ലോ ലൈറ്റ് 2 കംപ്ലൈൻ്റ് ആയിരുന്നു. അടി തട്ടിയിട്ട് പോയി 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 കൊടുക്ക്. അങ്ങനെ ഈ സൈഡ് ഓക്കെ, ഈ സൈഡ് ഓക്കെ, സൈഡ് ഓക്കെ. ഇത് നമ്മുടെ ജസ്റ്റിനും ചിത്തുബായും വന്ന് രാത്രി സെറ്റാക്കി. ആണ് വരുന്നു നോക്കണേ. കഴിഞ്ഞ എത്രയേ ഉള്ളൂ? അതേതാ താണ് താണ് താണ്. അങ്ങനെ നമ്മൾ ഇന്റീരിയർ ലൈറ്റും ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്. സോ അന്ന് നമ്മുടെ പമ്പർ പൊട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും അടി തട്ടിയിട്ട് എന്താ പറയുക വീണ്ടും ഫുള്ള് പൊട്ടി. പിന്നെ ക്ലിപ്പ് ചെയ്യേണ്ട അവസ്ഥയായി. ക്ലിപ്പ് ചെയ്താൽ ബോറാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും വേറെ വഴിയില്ല. പമ്പർ മാറ്റേണ്ടി വരും. അങ്ങനെ നമ്മൾ ക്ലിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അപ്പോൾ അങ്ങനെ ടൗണിൽ വന്നപ്പോഴത്തേ പോലീസ് മാമന്മാർ അയ്യോ ഓടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് ഓടിയിട്ടിട്ടായി. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത്ര സെറ്റാക്കിയിട്ട് നോക്കുമ്പോൾ വീണ്ടും നമ്മുടെ വണ്ടി കുടുങ്ങി. കാണിച്ചു തരാം. 8 നില വണ്ടി കുടുങ്ങി ഓവറായതുകൊണ്ട് വീണ്ടും പണി പാലും വെള്ളത്തിൽ കിട്ടി കേട്ടാ. ഇത് ഫുൾ ഓവർ ആയതുകൊണ്ട് നമ്മുടെ ഈ പമ്പ് ഒരിക്കലും ചാടായിട്ട് നമ്മളൊന്ന് വാർത്ത് പിന്നെ അടിതട്ടി കയറുമായിരുന്നേ. പക്ഷെ എൻ്റെ മോനെ കിടക്കുന്നത് ഇതെല്ലാം കൂടി ആയപ്പോൾ എന്താ വീണ്ടും കയറാതെ ഒട്ടും കയറുന്നില്ല. ഫുള്ള് തെരഞ്ഞപ്പം മോള് മുഴുവൻ ചെളി തെറിച്ച് വീണ്ടും അവിടെ അങ്ങോട്ടും മുമ്പോട്ടും ബേക്കോട്ട് പോകാതെ രീതി കുടുങ്ങിയിരിക്കുകയാണ്. ഒരു വട്ടം പണി വെട്ടിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഇതാക്കിയേ വീണ്ടും വെട്ട് കേട്ടാ. എന്താ പറയാനേ അറിയില്ല. ഇത് എന്നെ മെയിൻ പരിപാടി. വണ്ടിയിൽ ഓവറായ ഇതാണ്. ഇപ്പോൾ അവിടെ നിന്ന് ചെളി തെറിച്ചാണ് ഈ കാണുന്നത്. സോ ഗൈസ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു വിധത്തിൽ അവിടെ നിന്ന് വണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളതിന് സ്പ്രിങ് മേടിച്ച് വണ്ടി പൊക്കാൻ പോവാണ്. അല്ലാതെ തട്ടുമ്പോൾ എന്തെങ്കിലും സിമ്പിൾ വഴി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ട്രാപ്പായി കിടക്കണം. സത്യം പറയാലോ നമ്മുടെ റോട്ടിലൊന്നും ലോവർ വണ്ടി ആരും ഇറക്കണ്ട. അപ്പോൾ അടുത്ത ലോയിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ഇൻസ്റ്റ ID ഫോളോ ചെയ്യണേ. ഫ്രീക്ക് വേണ്ടി അപ്ഡേറ്റ് സ്റ്റോറി ഉണ്ട്.